നമസ്തേ. ആലുവ കരുമാലൂരിൽ നിന്ന് 12 വയസ്സുകാരിയെ കാണാതെയാകുന്നു. എല്ലാവരിലും ഉദ്വേഗമായിരുന്നു ഈ കുട്ടി ഇത് എവിടെയാണ് പോയത് എന്നുള്ളത്. ഒടുവിൽ അവളെ കണ്ടെത്തിയത് പൂനെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അതും ഒരു 25-കാരനോടൊപ്പം. ഇനി അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇൻസ്റ്റഗ്രാം ഫ്രണ്ടായിരുന്നു അത്രേ ഈ 25 വയസ്സുകാരൻ. എല്ലാവരും ചോദിക്കും, ഈ വീട്ടിലുള്ളവർ എന്തിനിരിക്കുകയാണ്? ഇതിനെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണോ? എന്തൊക്കെയാണ് ഈ 12 വയസ്സുള്ള പ്രായത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമായും എല്ലാവർക്കും ചോദിക്കാം, എല്ലാവർക്കും പലതും പറയാം. സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ പെൺകുട്ടി എന്ത് വിശ്വസിച്ചിട്ടാണ് 25 വയസ്സുകാരനായ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനൊപ്പം പോയിരിക്കുന്നത്? ഇനി ഇതൊരു കേസ് മാത്രമാണോ? ഇതിനു മുൻപും ഇത്തരത്തിൽ മിസ്സിംഗ് കേസുകൾ ഉണ്ടാവുകയും ദൈവം സഹായിച്ചാൽ നമ്മുടെ കേരള പോലീസ് ഇത്തരം കേസുകൾ അതിവേഗം കണ്ടെത്തുകയും ചെയ്യുന്നതുകൊണ്ട് ആ കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതല്ലേ വാസ്തവം. അപ്പോൾ ഒന്നോ രണ്ടോ ഒന്നുമല്ല, അതിലേറെ കേസുകളായി. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ ഒരു സംഭവം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെ, ഒരു മാസത്തിന് മുമ്പാണ് മറ്റൊരു വാർത്ത നമ്മൾ കേട്ടത്. എന്തായിരുന്നു? ആൺകുട്ടിയും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു ഗ്യാങ് കാടിനുള്ളിൽ കയറി ടെന്റ് വെച്ച് താമസിച്ചു എന്നുള്ളതാണ്. ഒട്ടും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. കാടിനുള്ളിൽ അരിയും പഞ്ചസാരയും, അത് മാത്രമല്ല ഇതെല്ലാം പാചകം ചെയ്യേണ്ട എല്ലാ സംവിധാനങ്ങളോടും ഒപ്പമാണ് ഇവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ അതിനെയും ഓടിച്ചിട്ട് പിടിച്ച് കരക്കെത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഈ പെൺകുട്ടി പോയതിന് പിന്നിലും എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമുക്ക് ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ, ഓ, ആ വീട്ടുകാരുടെ നോട്ടക്കുറവാണ്, ആനയാണ്, ചേനയാണ്, തേങ്ങയാണ്, ഇതെല്ലാം പറയാനായിട്ട് വളരെ എളുപ്പം കഴിയും. പക്ഷെ നമ്മുടെ മക്കളുടെയൊക്കെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും അളന്നിട്ടുണ്ടോ? ഈ 12-ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോകാൻ തക്ക പ്രണയമോ അടുപ്പമോ ഒക്കെ ഇവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? സ്വാഭാവികമായിട്ടും ഒരു കൗമാര പ്രായത്തിലേക്ക് വരുന്ന സമയമാണ്. വീട്ടിൽ കൂടി കിട്ടേണ്ട ശ്രദ്ധ കിട്ടിയിട്ടില്ലെങ്കിലോ? ഇനി അമിതമായിട്ട് അടിയും തൊഴിയും ബഹളമാണെങ്കിലോ? വലിയ നിർബന്ധ ബുദ്ധികളോട് കൂടിയിട്ടുള്ള പ്രവർത്തികളാണ് വീട്ടിലെങ്കിലോ? അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്. ഇതെല്ലാം ഒരു തരത്തിൽ ബാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വാസ്തവമാണ്. കാരണം പല കേസുകളും എടുത്തു നോക്കിയാൽ ഈ കുട്ടികളോട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്ക്രീൻ ടൈം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് അതിലും വലിയൊരു തിരിച്ചടിയാണ്. പല മക്കളും കാണിക്കുന്നത്, മൊബൈൽ ഫോൺ കിട്ടിയില്ല, ടിവിയുടെ റിമോട്ട് കിട്ടിയില്ല, ഉടനെ തന്നെ മോളിൽ കയറുക, ചാടുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുക. ഇവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അറസ്റ്റുകളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നീട് സോഷ്യൽ മീഡിയ മുഴുവനും കാണുമ്പോൾ മയക്കുമരുന്നും അതിന് അഡിക്റ്റ് ആവുന്നതും ആ അഡിക്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നതും അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് സംഭവിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് നമ്മൾ പറയില്ലേ, വളരെ നന്മ തുളുമ്പുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗുണകരമായ മെസ്സേജസ്, അതങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന തരത്തിൽ ഉള്ള വീഡിയോസും റീൽസും മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. അതുവഴി ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഈ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. എന്താണ് എന്നറിയാമോ? ഈ മയക്കുമരുന്ന്, മദ്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയെല്ലാം കിട്ടാം, എങ്ങനെയൊക്കെ ആ വഴി പോകാം എന്നുള്ളത് അടക്കം മനസ്സിലാക്കി തരുന്ന തരത്തിൽ വളരെ കൃത്യമായി നറേറ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ലേ? അതിനെ തുടർന്നുണ്ടാകുന്ന പക, ഒരു കൂട്ടുകാരി എങ്ങനെയാണ് എത്തിക്കുന്നത്? ഇപ്പൊ ഈ കാര്യങ്ങളുടെ വാർത്ത തന്നെ കേട്ട് നമ്മൾ അന്തം വിട്ടിരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയെല്ലാം കൂട്ടുകാരികളോടൊത്ത്
പോകുമ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരികൾ എങ്ങനെ ഒരു പെൺകുട്ടിയെ മറ്റൊരു ടീമിന്, അതായത് മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഗ്യാങ്ങിനൊക്കെ ഒറ്റിക്കൊടുക്കാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിട്ടുള്ള ആളുകൾ എന്തെല്ലാം ചെയ്തു കൂട്ടും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറെ നല്ല മനസ്സുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഫോട്ടോഷൂട്ടാണ് അതിഗംഭീരം എന്ന് പറയുന്നത്. ഈ ഫോട്ടോഷൂട്ടിൽ പകുതിയും തുണി ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവര് കാണിക്കുന്നത് ബെഡ്റൂം സീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്റിമേറ്റ് സീൻസോ ഒക്കെ ആയിരിക്കാം. ഈ യൂട്യൂബിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 18+ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ എത്തുന്നത് കൈകളിലേക്ക് ഫോണുമായിട്ട് ഇരിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത് പറഞ്ഞിട്ടല്ല. അപ്പോ ഇവർക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവരുടെ മുന്നിലേക്ക് ഇവരുടെ പ്രായത്തിനേക്കാൾ വലിയ സംഗതികളെല്ലാം എത്തുന്നുണ്ട്. നമ്മൾ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ തന്നെ എടുത്തു നോക്കുക. വളരെ പ്രൗഡ്ഫുള്ളി കുട്ടികളെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐറ്റം ഡാൻസ് ചെയ്യുമ്പോൾ പോലും, പണ്ടൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്യുമ്പോൾ തിത്തേ തകതേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കണ്ണൊക്കെ ഒന്നൊരു 5-6 വട്ടം ചിമ്മി, ഇതൊക്കെയായിരുന്നു. ഇപ്പോ കുട്ടികളെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് വളർത്തുന്നത്. കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എങ്ങനെയെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ഓളം ഉണ്ടാക്കി എടുക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ ഒരു ഫെയിം കിട്ടും, ഇതൊക്കെയാണ്. അപ്പൊ ഈ കുട്ടികളുടെ മുഖത്ത് വരുന്നത് ഐറ്റം ഡാൻസിന് വരുന്ന മുതിർന്ന ആളുകളൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഭാവങ്ങളാണ്. ഈ ഭാവങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് എന്ത് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ ഭാവങ്ങൾ എപ്പോഴും എവിടെയുമൊക്കെ കാണിക്കേണ്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതിനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വിടുന്ന മാതാപിതാക്കൾ, നമുക്ക് കുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണ്. അവര് വന്ന് കുലുങ്ങി കുലുങ്ങിയുള്ള ഡാൻസും വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കാണാൻ വളരെ രസകരമാണ്. പക്ഷേ അവർക്ക് ആ കുട്ടിത്തം ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നിട്ട് ഇതൊക്കെ വലിയ സ്റ്റേജ് ഷോകളായിട്ടോ അല്ലെങ്കിൽ വലിയ മത്സരങ്ങളായിട്ടോ ഒക്കെ വെക്കും. ഈ മത്സരങ്ങളായിട്ട് വെക്കുമ്പോ പലരും ജഡ്ജസ് പറയുന്നേക്കാം, "ഓ, കണ്ട ആര് വാ, എക്സ്പ്രഷൻ കണ്ടില്ലേ, ഇപ്പോഴേ ഇങ്ങനെ ഇവളൊക്കെ വലുതാവുമ്പോ ഈ കുട്ടികളൊക്കെ നമ്മളെ ഞെട്ടിക്കും" എന്നാണ്. വലുതാവണ്ട, അതിനു മുമ്പേ ഞെട്ടിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ എവിടെയാണ് വാരി വിതറേണ്ടത് എന്നറിയാതെ ഈ കുട്ടികൾ പകച്ചു നിൽക്കുന്നുണ്ട് സമൂഹത്തിന് മുൻപില്. എന്നിട്ട് ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു നോട്ടമോ ചിരിയോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ വന്നാൽ നമ്മൾ പറയും, ആ കണ്ടില്ലേ, ഇപ്പോഴേ ഇങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെയല്ല, ഇതിനപ്പുറവും ചെയ്യും എന്ന് പറയും. വീട്ടുകാർ അതിനെ വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. എന്റെ കുട്ടിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ, കാര്യങ്ങള്, ഇതെല്ലാം ഇവരെ അറിയാതെ പഠിക്കുന്നുണ്ട്. പണ്ട് 12-13 വയസ്സിൽ 10 വയസ്സിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ കുട്ടികൾ പറയുന്നത്. ഇതോടൊപ്പം മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പറയും പ്രണയം, ലവ് എന്നൊക്കെ പറയും. ഈ കുട്ടികൾ പ്രണയം ഏത് കാലത്ത് തുടങ്ങുന്നുണ്ട് എന്നറിയാമോ? ഇന്നത്തെ സാഹചര്യത്തിലെ ഈ കുട്ടികൾ, നമുക്കറിയാവുന്ന ഒരു ആളുടെ ജീവിതത്തിൽ അവരുടെ കുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. അതായത് കുട്ടികൾ സംസാരിക്കുന്നത്, അതായത് 1-ല് 2-ലും 3-ലും ഒക്കെയുള്ള കുട്ടികൾ സംസാരിക്കുന്നത് ക്രഷിനെ പറ്റിയിട്ടാണ്. ഇവർക്കറിയാമോ ഈ ക്രഷ് എന്താണ് എന്നുള്ളത്? ഇവര് കൂട്ടമായിരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ, കഥകൾ പെണയാൻ പറയുമ്പോൾ ഇവര് പറയുന്നത് അച്ഛനും അമ്മയും കുട്ടിയും. അപ്പൊ റൂമിന്റെ കാര്യം പറയാൻ പാടില്ല. റൂമിന്റെ കാര്യം പറയുമ്പോൾ അവിടെ കിസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നു, ഉമ്മ വെക്കലും കാര്യങ്ങളും വരുമെന്ന്. ഈ കുട്ടികൾക്ക് ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഏത് രീതിയിലുള്ള അർത്ഥത്തിലാണ് ഇവരെടുക്കുന്നത്? കുട്ടികൾ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കുട്ടി പറയുന്ന കാര്യമാണ്, അപ്പൊ നമ്മൾ കിസിന്റെ കാര്യമൊക്കെ നറേറ്റ് ചെയ്ത് എഴുതി വെക്കേണ്ടി വരില്ല ഈ സ്റ്റോറിയിൽ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ പണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ ഈ ഒരു പ്രായത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫോൺ നമ്മൾ കൊടുക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഒഴിവാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ ടൈം കുറയ്ക്കാം. ഇവരെന്താണ് ഇതിൽ കണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവരോട് ചോദിക്കാം. അവരെ
അവർ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പരിഹസിക്കുകയല്ലാതെ അത് കേട്ടിരുന്നിട്ട് ആണോ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്ന് അവരോട് അവരുടെ ലാംഗ്വേജിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇവിടെ ആർക്കും സമയമില്ല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായി ക്ഷീണമായി ഞാൻ ഫുൾ ടയേർഡ് ആണ്, ആനയാണ്, ചേനയാണ്, മാങ്ങയാണ്. ഫോണും കൊടുത്ത് കുട്ടികളെ ഒരു മൂലക്കിരുത്തും. അവരവരുടെ കാര്യങ്ങളും നോക്കി പോകും. അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ ഈ കുട്ടികൾക്ക് കെയറിങ്, സ്നേഹമൊക്കെ കിട്ടുന്നത് ഇനിയിപ്പോ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും പേജുകൾ ഉണ്ടല്ലോ. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജില്, ഫേസ്ബുക്ക് പേജില് ഇവരൊരു പടം ഇടുകയാണ്. ഈ പടം ഇടുന്ന സമയത്ത് ആ കൊള്ളാം, നീ വളരെ ക്യൂട്ടാണ്, ഇന്നസെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ അവിടെ വീണു. ആ കുട്ടികൾക്ക് 25 വയസ്സുകാരന്റെ മനോവ്യാപാരം എങ്ങനെ മനസ്സിലാവാനാണ്? അപ്പോ ഒരുപക്ഷെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി പോകാം. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് വീടുകളിൽ നിന്ന് തന്നെ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികളെ സ്കൂളുകളിൽ ശ്രദ്ധിക്കാം. സ്കൂളുകളിലും ഓരോ കുട്ടികളോടോ ആയിട്ട് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനോ ഒക്കെ സംവദിക്കാനുള്ള സമയം ഇന്ന് ഉണ്ടാക്കാം. ഒരു കുട്ടിയുടെ ഭാവം വ്യത്യാസം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അവർ പഠന നിലവാരത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കാൻ കഴിയും. ഇത് ഒരു കുട്ടിയെ ഒരു പൗരനായി വാർത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പ്രസംഗ മത്സരത്തിൽ പറയുന്നത് പോലെ അതൊരു സമൂഹമാണ് വാർത്തെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നതാണ് അച്ഛനും അമ്മയും, അതായത് കുടുംബവും അധ്യാപകരും എന്ന് പറയുന്നത്. ആ ഒരു വിങ്ങിന് വളരെ കൃത്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ 12 വയസ്സുകാരി എന്ത് ധൈര്യത്തിലാണ് പോയത് എന്നുള്ളതും ഈ വീട്ടുകാരെ പഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള പുതിയ 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 വാർത്തകൾ സംഭവിക്കാൻ വെമ്പി നിൽക്കുന്ന കാലഘട്ടമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ 4ാം ക്ലാസ്സുകാരന് പ്രണയം, ക്രഷ്, പ്രണയമല്ല ക്രഷ്. ഇനി മറ്റൊരു അനുഭവം പറയാമല്ലോ. നമ്മൾ അറിയാവുന്ന ഒരു ആൾ അയാളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ പരിചയമുള്ള നമ്മുടെ കൊളീഗിന്റെ ഒരു കുട്ടിക്ക് ഉണ്ടായതാണ്. അവര് പ്രണയമാണ്. ആ കുട്ടിയോട് പ്രണയമാണ്. എന്നിട്ട് ഇവൻ പഠിക്കുന്നതാണെങ്കിൽ 1ാം ക്ലാസ്സിലും. 1ാം ക്ലാസ്സിലെ പ്രണയം കഴിഞ്ഞ് മറ്റൊരു കുട്ടിയോട് പ്രണയം തോന്നുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട് അതെന്താ ആ കുട്ടിയോടുള്ള ക്രഷ് പോയത്? പ്രണയം എന്നല്ല ക്രഷ് എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ക്രഷ് പോയത് അതെ അവളുടെ 2 പല്ല് പോയി. അപ്പൊ ഇപ്പൊ അവളെ കാണാനായിട്ട് വലിയ രസമില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വീണ്ടും വന്നിട്ട് പറയാണ് എനിക്ക് ക്രഷ് തോന്നുന്നുണ്ട് ആ കുട്ടിയോട് തന്നെ. അതെന്താ? ഇപ്പൊ പല്ല് വന്നപ്പോ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ തന്നെയാണ് ക്രഷ് തോന്നുന്നത് എന്ന്. അപ്പൊ ഈ ക്രഷ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതും അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ പറയുന്ന സമയത്ത് ഇവർക്ക് ഇതൊന്നും വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ. ഇതൊക്കെ ഇവര് കാണുക. ഇന്നത്തെ സിനിമയൊന്ന് കാണാൻ പറ്റുമോ? ഈ സിനിമയിലും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഇതൊക്കെ തന്നെയാണ്. കുട്ടികൾ അറിയുന്നില്ലല്ലോ അവരിലേക്ക് എന്താണ് എത്തുന്നത് എന്നുള്ളത്. അപ്പൊ അവര് പറയുന്ന സമയത്ത് നമുക്ക് അവരെ തിരുത്തി കൊടുക്കാൻ കൂടി സാധിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കുറച്ചു നേരം കുട്ടികളുടെ ഒപ്പം ഇരുന്ന് തന്നെ ആകണം. ഇന്നത്തെ സാഹചര്യം നമുക്ക് പണ്ട് തല്ലിപ്പഴിപ്പിക്കാം അല്ലെങ്കിൽ തല്ലി പഠിപ്പിക്കാം എന്നൊക്കെ പറയാമല്ലോ. ഈ തല്ലി പഠിപ്പിക്കാം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏറെ മാറിപ്പോയി. ഇന്ന് തല്ലി പഠിപ്പിക്കാൻ നോക്കുമ്പോ കുട്ടികൾ 2 പടി പിറകോട്ടാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അനുസരണ വേണം, നമ്മൾ വഴക്ക് പറയണം, തല്ലേണ്ട സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ തല്ലണം എന്ന് പറയാം. പക്ഷെ ഇന്ന് അത് പറഞ്ഞാൽ ഈ പറയുന്നവനെതിരെ നാളെ എനിക്കെതിരെ വരെ കേസ് വരാനുള്ള സാധ്യതകളുമുണ്ട്. കുട്ടികളെ ഇപ്പോഴേ തന്നെ നമ്മൾ എപ്പോഴും വലിയ സോഷ്യൽ മീഡിയ താരങ്ങളാക്കി വളർത്താനായിട്ടാണ് വെമ്പൽ കൊള്ളുന്നത്. ഇതിൽ നിന്ന് അവർ പഠിക്കേണ്ടതും പഠിക്കേണ്ടതാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് കയറി കൂടുന്നത്. അതിന് തടയിടണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.